പോത്തങ്കോട് നിന്ന് കഴക്കൂട്ടം പോകുന്ന റൂട്ടിൽ ഒരു ചേട്ടനെ യാദൃശികമായി പരിചയപ്പെട്ടു. ചേട്ടൻ വിൽക്കുന്നത് നെയ് ബോളിയും പായസവുമാണ്. അപ്പോൾ ഈ ചേട്ടന്റെ കടയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. പാലട പായസവും. ഇത് എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും അളവ്? ഇത് അളവെന്ന് പറഞ്ഞാൽ 500 ബോട്ടിലാണ്. 500 ലിറ്റർ ആണോ? 500 ലിറ്റർ. ഇത് എത്ര രൂപയ്ക്ക് എവിടെ വെക്കുക? ഇത് 120 രൂപയാണ്. 120. 1 ലിറ്റർ വേറെ? 1/2 ലിറ്റർ 120 രൂപ. 1/2 ലിറ്റർ 120 രൂപ. 1 ലിറ്റർ ആണെങ്കിലോ? 1 ലിറ്റർ ആണെങ്കിൽ 240 രൂപ. ഞാൻ 1 ലിറ്റർ വിൽക്കാറില്ല. ഞാൻ 1 ലിറ്ററാണ് കൂടുതലും പോകുന്നത്. ഈ നെയ് ബോളി എന്ന് പറയാൻ കാര്യം? നെയ് ബോളി എന്ന് പറഞ്ഞാൽ നമ്മൾ കടല വാങ്ങിച്ച് പുഴുങ്ങും. കടല വാങ്ങിച്ച് പുഴുങ്ങിയിട്ട് അതിനെ ഗ്രൈൻഡറിൽ നമ്മൾ അരച്ച് അതിനെ മാറ്റി വെച്ചതിന് ശേഷം ഉരുളിക്കകത്തിട്ട് നെയ്യും കൂടെ ഒഴിച്ച് നമ്മളതിനെ നല്ല ഭംഗിയായിട്ടൊന്ന് ഇളക്കി നല്ല ഒന്ന് പരുവം വരാൻ നേരത്ത് നമുക്ക് ആ മണം വരും. മണം വരാൻ സമയത്ത് നമ്മൾ ഇറക്കി അതിനെ ഫാനിൻ്റെ മൂട്ടിൽ ആറാൻ വയ്ക്കും, തണുക്കാൻ വയ്ക്കും. തണുത്തതിന് ശേഷം ഇതിനെ നമ്മൾ വീണ്ടും നെയ്യും ഏലക്കയും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ നല്ല വൃത്തിയെ ഒന്ന് പരുവപ്പെടുത്തി ഉരുട്ടി ഒരു 10-15 മിനിറ്റ് വയ്ക്കും. വെച്ചതിന് ശേഷം അതിനെ നമ്മൾ എടുത്തതിന് ശേഷം പിന്നെ കല്ലിൽ വെച്ച് നമ്മൾ പരത്തും. ഇതിൻ്റെ ഒരു മേക്കിംഗ് തയ്യാറാക്കുന്ന വിധം ഇങ്ങനെയാണ്? ഇങ്ങനെയാണ് തയ്യാറാക്കുന്ന വിധം. അത് നമ്മൾ പരത്തി എടുത്തിട്ട് പിന്നെ നമ്മൾ കല്ലിലിട്ട് നെയ്യ് പുരട്ടി അതിനെ ഒന്ന് ചൂടാക്കി എടുത്താണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. അതായത് സാധാരണ ബോളിയിൽ നിന്നും ഇത് നെയ്യും കൂടെ മിക്സ് ചെയ്യുന്നതുകൊണ്ടാണ് നെയ് ബോളി എന്നുള്ള പേര് വരുന്നത്. അത് കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും അല്ലേ? ഭയങ്കര ടേസ്റ്റാണ്. അത് പായസം ഒപ്പം കഴിക്കാനാണ്. പാലടയും ഒഴിച്ച് ഈ ബോളിയും കൂടെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതാണ് പാലട വെച്ചിരിക്കുന്നത്. ഇവിടെ പാലട മാത്രമല്ലാതെ വേറെ ഏതൊക്കെ പായസം? മാത്രമേ കടലയുണ്ട്. കടല പായസം ഉണ്ടാവും. അതിന് ഇത് സെയിം വിലയാണോ അത് വ്യത്യാസമാണ്? ഇത് 120 ആണെങ്കിൽ ഇത് 110 രൂപ. 110. സെയിമിന് 10 രൂപ കുറയും. 1/2 ലിറ്ററിന് 10 രൂപ കുറവായിരിക്കും കടല പായസത്തിന്. ബോളി എത്ര രൂപയ്ക്കാണ് കൊടുക്കുക ഒരു പാക്കറ്റ്? ബോളി പാക്കറ്റ് അല്ല, നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്ത് കൊണ്ടുവരണം. ഇവിടെ വന്ന് പാക്കറ്റിലാക്കി കൊടുക്കും. നമ്മുടെ ആവശ്യാനുസരണം എണ്ണത്തിൽ പാക്കറ്റ് ആക്കുക. കാണിച്ചു തരാം. നമ്മളിങ്ങനെ കൊണ്ടുവരുന്നത് ഈ ബോളി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ആവശ്യമനുസരിച്ച് എത്ര വേണമെന്നുള്ളത് നമ്മളതനുസരിച്ച് പാക്കറ്റിനകത്താക്കി കൊടുക്കും. അല്ല വീട്ടിൽ നിന്ന് കവർ ചെയ്ത് കൊണ്ടുവന്നാൽ ശരിയാവത്തില്ല. ഇവിടെ വന്ന് എടുത്തു കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ചേട്ടാ, ഈ ഒരു മേഖലയിലോട്ട് വരാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ്? വരാനുള്ള എനിക്ക് ഒരു വീടും സ്ഥലവും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വീടും സ്ഥലവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ലോണായിരുന്നു. ലോണിന് വാങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ EMI പൊയ്ക്കൊണ്ടിരുന്നത് 35,650 രൂപയാണ് EMI പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു മാസം 35,000? 35,650. അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അടയ്ക്കാനുള്ള ഒരു കപ്പാസിറ്റി കുറവായിരുന്നു. കാരണം ഇൻട്രസ്റ്റ് കൂടി വന്നപ്പോൾ RBI ഇൻട്രസ്റ്റ് കൂട്ടിയല്ലോ, എത്ര ശതമാനം ഇൻട്രസ്റ്റ് കൂട്ടി. അങ്ങനെ ഈ 35 എന്നുള്ളത് 41 സംതിങ് ആയി. അപ്പോൾ അടയ്ക്കാനുള്ള ഒരു കപ്പാസിറ്റി കുറവ്. അപ്പോൾ എന്തെങ്കിലും അടയ്ക്കാനുള്ള ഒരു ധാരണയിലാണ് ഞാൻ ഈ രീതിയിൽ ഇറങ്ങിയത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയിട്ട് തന്നെ ഒരു 5-6 മാസമേ ആയുള്ളൂ. 5-6 മാസം. അപ്പം വളരെ കച്ചവടമൊന്നുമില്ല, കച്ചവടമൊക്കെ കുറവാണ്. ഞാൻ കൂടിപ്പോയ ഒരു 4-5 എണ്ണം കൊണ്ടുവരും. ചിലപ്പം 6 എണ്ണം വരും. ഈ 6 എണ്ണം വന്നതിൽ ചിലപ്പം 5 എണ്ണം പോകും, ചിലപ്പോൾ 1 എണ്ണം ബാലൻസ് വരും. അന്ന് ദിവസം പറയാൻ പറ്റില്ല എല്ലാ ദിവസവും പോകുന്നുള്ള, കാരണം നമുക്ക് അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ചിലപ്പം ബാലൻസ് വരും. അതിനെ കൊണ്ട് പാവപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകണ വഴിയിൽ ആർക്കെങ്കിലും കൊടുത്തിട്ട് പോകും. ചേട്ടൻ്റെ വീട് എവിടെയാണ്? വീട് ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് പോകാൻ നേരത്ത് അവിടെ കയറ്റമുണ്ട്. ആ കയറ്റം നിന്ന് ഇടത്തോട്ട് തിരിയണം അത് താമസിക്കുന്നത്. വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര വീടാണ്. ഒരു 1600 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. കണ്ടായില്ലെങ്കിൽ ഈ ജോലിക്ക് ഇറങ്ങുന്നത് എന്തിനും ജോലി. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ദേവൻ എന്നാണ്. മുമ്പ് ഏത് മേഖലയിലായിരുന്നു ജോലി ചെയ്തത്? മുമ്പേ ഞാൻ കോർപ്പറേഷനിലായിരുന്നു ജോലി. സർവീസിലായിരുന്നു? ഗവൺമെന്റ് സർവീസിലായിരുന്നു. അപ്പോഴത്തേക്ക് 2022 പെൻഷനായിരുന്നു. അപ്പോൾ എനിക്ക് 2 മക്കളുണ്ട്. 2 മക്കളെയും കെട്ടിച്ചു, പെൺകുട്ടികളായിരുന്നു. അപ്പോൾ കെട്ടിച്ചപ്പോൾ അവരൊക്കെ കൂലിവേലക്കാരാണ്. മനസ്സിലായില്ലേ? അപ്പം അവരെ കൊണ്ട് നമ്മളിങ്ങനെയുള്ള സഹായം ചെയ്യാൻ പറ്റില്ല. ഈ ലോൺ അടയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പെൻഷൻ പറ്റിയ ശേഷം ഞാൻ ആ കാശ് കൊണ്ട് കുറേയൊക്കെ ഒന്ന് പെൻഡിങ് ഉണ്ടായിരുന്നു. ആ പെൻഡിങ്ങൊക്കെ അടച്ചു തീർത്ത് പിന്നെ വന്നപ്പോഴാണ് ഈ 41 സംതിങ് പെൻഷനായി. 2022 പെൻഷനായത്. അപ്പോൾ പിന്നെ ഈ 41 സംതിങ് അടയ്ക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഈ മേഖലയിൽ ഇറങ്ങിയത്. ഇതൊരു സപ്പോർട്ടായിട്ട് എന്നാലും വലിയ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാനായിട്ട് ചെറിയ സപ്പോർട്ടായിട്ട് അങ്ങനെ ചെയ്യുന്നത്. ചെയ്ത് വന്നപ്പോൾ ഇപ്പം നമുക്ക് വലിയ ലാഭമൊന്നുമില്ല. എന്നാലും 10-200 കാശ് 300 കാശ് ഇങ്ങനെ കിട്ടും. നമുക്ക് ഇതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ വരുമാനം ഇതിൽ നിന്ന് ലഭിക്കത്തുള്ളൂ. ലോൺ അടയ്ക്കാൻ വേണ്ടിയാണ് ഇതിനു വേണ്ടി നമ്മൾ ഇറങ്ങിയത്. കാരണം 20,000 രൂപ ഉള്ളു സാലറി.
പെൻഷനായിട്ട് 20,000 രൂപ കിട്ടും. ബാക്കി തുക നമ്മൾ ബാക്കി തുക മറ്റെന്തെങ്കിലും നമ്മൾ ജോലി ചെയ്ത് കണ്ടെത്തണം. കണ്ടെത്തണം. വേറെ വസ്തുവും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും വെച്ച് നമ്മൾ ലോണ് അടച്ച് ക്ലിയർ ചെയ്തണം. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ലോണിന്റെ ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇലക്ഷനൊക്കെ ആയതിനെ കൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞിരിക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് അത് തീരുമാനിക്കും അവർ. എന്താണെന്ന് പറഞ്ഞാൽ തീരുമാനിച്ചതിന് ശേഷം ബാക്കി പിന്നെ ഇല്ലെങ്കിൽ ഞാൻ ഇനി അടുത്ത കളക്ടർക്കും കൊടുക്കും. അത് മുന്നേ പറഞ്ഞിരുന്ന ഇൻട്രസ്റ്റ് അല്ല കൂടുതലാണ് വന്നത്. കൂടുതലാണ് 35 ലക്ഷം രൂപയാണ് ഞാൻ ലോണായിട്ട് എടുത്തിട്ടുള്ളത്. വീട് ലോൺ. അപ്പം മാസം തോറും EMI ജോലിയുടെ സമയത്ത് EMI പൊയ്ക്കൊണ്ടിരുന്നു. 2022 പെൻഷൻ ആയപ്പോൾ പിന്നെ EMI പോകുന്നില്ല. പിന്നെ കടമൊക്കെ മറിച്ച് അങ്ങനെയൊക്കെ ഒന്ന് റോഡ് ചെയ്ത് സ്വർണ്ണമൊക്കെ ഉള്ളത് മാളിൽ നിന്നൊക്കെ വാങ്ങിച്ചങ്ങനെ സ്വർണ്ണമൊക്കെ പണയം വെച്ച് കൊണ്ടുവന്ന് ഇതൊക്കെ അടച്ചങ്ങ് തീർത്ത്. പിന്നെ അടയ്ക്കാൻ വേണ്ടി 22 ശേഷം പിന്നെ അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ മേഖല വന്നപ്പോഴാണ് ഇതിനു വേണ്ടി ഞാൻ ഇറങ്ങിയത്. അവിടെ ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു സ്ഥലം കറക്റ്റ് പറയുവാണെങ്കിൽ, അതായത് പോത്തൻകോടുന്ന് കഴക്കൂട്ടം പോകുന്ന റൂട്ടിൽ കാട്ടായിക്കോണം എന്ന് പറയുന്ന സ്ഥലം എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഈ ചേട്ടനുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടൻ ഓർക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഇറങ്ങണം. ഈ ഒരു പായസം കഴിച്ചു നോക്കണം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലിപ്പം ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. 2 പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയച്ച് അവരൊക്കെ കൂലിവേലക്കാരാണ്. അവരെ കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ബാക്കിയുള്ള പൈസകളൊന്നും കൊണ്ട് അടയ്ക്കാൻ പറ്റത്തില്ല. ഒന്ന് കഴിയുന്നവരാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ മേഖലയ്ക്ക് ഇറങ്ങി. എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള കാശ് കൊടുത്ത് ലോൺ അടയ്ക്കാമെന്നും പറഞ്ഞാൽ കച്ചവടം കിട്ടുകയാണെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന് വേണ്ടി ഇറങ്ങിയത്. അങ്ങനെ ഒരുവിധമൊക്കെ പിടിച്ചായിരുന്നു. ചിലപ്പം പോകും, ചിലപ്പം പോവില്ല. പിന്നെ പോകണം വരെ പോട്ടെ എന്നാൽ അതിന് വേണ്ടി ഞാൻ ഇരിക്കുക. ഇത് ഈ പായസം അല്ലാതെ, ഈ 2 പായസം അല്ലാതെ വേറെ എന്തെങ്കിലും ഉൾപ്പെടുത്താൻ അങ്ങനെ എന്തെങ്കിലും? വേറെ ഞാൻ ഒന്നും അങ്ങനെ ഉൾപ്പെടുത്തിയില്ല. കാരണം ഇതൊക്കെ ചിലവ് കൂടുതലാണെന്ന്. ചിലവ് കൂടുതലാണ്, നമുക്ക് വിൽക്കാനുള്ള ഒരു സാഹചര്യം പരിമിതമാണ്. അതുകൊണ്ടാണ് ഞാൻ അത് കുറേശ്ശെ കൊണ്ടാക്കിക്കൊണ്ട് വരുന്നത്. ഈ നെയ്ബോളി തയ്യാറാക്കാനായിട്ട് ചേട്ടൻ നേരത്തെ അറിയാമായിരുന്നോ? നേരത്തെ അറിയായിരുന്നു. അത് വീട്ടുകാർക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഞാനും കൂടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. സപ്പോർട്ട് കൊടുക്കാൻ പിന്നെ 2 കൂടെ തന്നെ ഇത് ചെയ്യുന്നത്. ഒരുപാടൊന്നും ഉണ്ടാക്കത്തില്ല, കുറച്ച് നമ്മൾ ആവശ്യത്തിന്. ഇപ്പം ഒരു 5 പാലട വരെയാണെങ്കിൽ അതിനുള്ള ബോഡി മാത്രം കൊണ്ടുവരും. ഒരുപാടൊന്നും കൊണ്ടുവരത്തില്ല. അത്ര തന്നെ. പോയാൽ പോയി, ഇല്ലെങ്കിൽ ഇല്ല. സാധാരണ കടയിൽ നിന്നും ഈ ഒരു കടയെ വ്യത്യസ്തമാക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഒരു നെയ് ബോളി ഈ ചേട്ടൻ വീട്ടിൽ തന്നെ സ്വന്തമായി തയ്യാറാക്കി എടുത്താണ് കൊണ്ടുവരുന്നത്. വേറെ പാക്കറ്റ് ബോളിയൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. അതൊന്ന് കാണിച്ചു തരാം തയ്യാറാക്കി കൊണ്ടുവരുന്നത്. ഈ ഒരു മെത്തേഡിൽ ചേട്ടൻ തയ്യാറാക്കി കൊണ്ടുവന്നാണ് ഇവിടെ കൊടുക്കുന്നത്. എന്തെങ്കിലും ഫംഗ്ഷനോ കല്യാണ ആവശ്യങ്ങൾക്കോ നെയ് ബോളി അതിൻ്റെ പരമാവധി ക്വാളിറ്റിയിൽ സ്വന്തം ഹാൻഡ് മെയ്ഡായിട്ട് തന്നെ തയ്യാറാക്കി, വേറെ മറ്റ് മിഷനറികളോ ഒന്നും ഉപയോഗിക്കാതെ പരമാവധി ക്വാളിറ്റിയിൽ തയ്യാറാക്കി നിങ്ങളുടെ മാരേജിനോ ഫംഗ്ഷനോ ഉൾപ്പെടുത്തണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ചേട്ടനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ നമ്മുടെ വീഡിയോയുടെ താഴെ ഉൾപ്പെടുത്തിയേക്കും. ഓക്കെ, അത് കിട്ടിയല്ലോ. നല്ല മണമുണ്ടല്ലേ? നെയ്യ് കഴിച്ചിട്ട് പോയാൽ അല്ലേ പറഞ്ഞില്ല, കഴിക്കാൻ പാത്രമൊന്നുമില്ല കേട്ടോ. അല്ലേ, പാത്രം അല്ലേ ഉള്ളു. കഴിച്ചിട്ട് പോയാൽ അത് കുഴപ്പമില്ല. നമ്മളിപ്പോൾ ചോറ് കഴിച്ചിട്ട് ഒരു ഗ്ലാസ് കഴിച്ചിട്ട് പോയാൽ